ഹായ്, ഞാൻ ഡോക്ടർ അമിത. ഇത് ഡോക്ടർ പ്രിയദർശിനി. ഇന്ന് നമുക്ക് അബോർഷൻസിനെ പറ്റി സംസാരിക്കാനേ വേണം. എന്താണ് അബോർഷൻ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അബോർഷൻ അഥവാ മിസ്കാരേജ് അല്ലെങ്കിൽ ഗർഭം അലസിപ്പോവുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അബോർഷൻസ് പറഞ്ഞാൽ കുട്ടിക്ക് മൂപ്പാവുന്നതിന് മുമ്പ് ഡെലിവറി ആവുക അല്ലെങ്കിൽ അബോർഷൻ ആവുക. അത് നമ്മൾ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. പറഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിൽ ഗർഭം മനസ്സിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ അബോർഷൻസിനും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 20-22 ആഴ്ച വരെ പറഞ്ഞാൽ കുട്ടിക്ക് ജനിച്ച് വന്നു കഴിഞ്ഞാൽ, പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ജീവിക്കാനുള്ളൊരു ശേഷി ആവണതിന് മുമ്പ് പ്രസവിക്കണതിനാണ് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസ് എന്ന് പറയുന്നത്. ഈ അബോർഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അബോർഷൻ ഉണ്ടാവാം? കാരണങ്ങൾ ഇത് നമ്മൾ മെയിൻലി ഇത് ഡിവൈഡ് ചെയ്യാൻ കാരണം തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററും സെക്കൻഡ് ട്രൈമസ്റ്ററും ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കാരണങ്ങൾ രണ്ടിൻ്റെയും കാരണങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺ കാരണങ്ങൾ എന്ന് വെച്ചാൽ അതിലുണ്ടാവുന്നത് കുട്ടിക്ക് ജനനികമായ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും, ജനറ്റിക് ആയിട്ട് വല്ല പ്രോബ്ലംസ് ഉള്ള അബോർഷൻസ്. അപ്പൊ അങ്ങനത്തെ ഒരു ഗർഭം ജനിച്ചിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ മോസ്റ്റ് പ്രഗ്നൻസി ലോസസ് ഏർലി പ്രഗ്നൻസിയിൽ വരുന്നത് ഈ ജനറ്റിക് പ്രോബ്ലംസ് ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ യൂഷ്വലി ആൾക്കാരോട് പറയുന്നത് കുറച്ച് വിത്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നല്ലതായിരിക്കില്ലല്ലോ, ചിലതൊക്കെ നല്ല വിത്തായിരിക്കില്ല. അതേമാതിരി ഉണ്ടായി വന്ന എല്ലാ പ്രഗ്നൻസീസും നല്ല പ്രഗ്നൻസി ആയിട്ടേ അല്ല വരിക. അതെന്താ വെച്ചാൽ ആ റീപ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന ചില മിസ്റ്റേക്സ്. അപ്പൊ അതിന് ഒരു 80% ഹെൽത്തി പ്രഗ്നൻസി ആയിരിക്കും, ഒരു 20% പ്രഗ്നൻസീസ് ഉണ്ടായി വരുമ്പോഴേ എന്തെങ്കിലും പ്രശ്നങ്ങളും കൊണ്ടാണ് വരുന്നത്. അപ്പൊ അത് നാച്ചുറലി ഓട്ടോമാറ്റിക്കലി അത് അബോർഷൻ ആയിട്ട് പോകും. പിന്നെ അതിൽ വളരെ കുറച്ച് കേസസ് ആണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വേറെ റീസൺസ് കൊണ്ട്, ലൈക്ക് ഡയബറ്റീസ് ആണെങ്കിൽ അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ സമയത്ത് ഒരു പനി അസുഖം വന്നു, വൈറൽ ഫീവർ വന്നു, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഏജ് കൂടുതലാണ്, ഒരുപാട് വെയിറ്റ് ഉള്ള ആൾക്കാരാണ്, അങ്ങനെയൊക്കെ ചില റീസൺസ് കൊണ്ട് ചിലപ്പോൾ അബോർഷൻസ് ഉണ്ടാവാം. പക്ഷെ യൂഷ്വലി കോമൺലി കാണുന്ന ഏർലി പ്രഗ്നൻസി ലോസസ് യൂഷ്വലി ജനറ്റിക് കോസസ് ആണ്. ഇനി ഇപ്പം സെക്കൻഡ് ട്രൈമസ്റ്ററിലെ അബോർഷൻ ആവില്ലേ, അതിൽ ഈ യൂട്രൈൻ അബ്നോർമാലിറ്റീസ് വരില്ലേ? അത് വരും. പിന്നെ ചിലർക്ക് നോർമൽ യൂട്രസ് ആണെങ്കിൽ കൂടിയും അതിന്റെ എന്താ പറയാ, അതിന് പ്രഗ്നൻസി ബെയർ ചെയ്യാനുള്ള ശേഷി കുറവുണ്ടാവും അല്ലേ? അപ്പോഴും അബോർഷൻ ഉണ്ടാവും. യൂഷ്വലി 4 മാസമൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം പൊട്ടിയിട്ടായിരിക്കും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമിത നമ്മൾ എല്ലാവർക്കും സ്കാൻ ചെയ്യണ്ടല്ലോ. അപ്പൊ സ്കാനിങ്ങിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ 3-ാം മാസത്തിലെ NT സ്കാനിന്റെ ഒപ്പം എന്തായാലും ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ കൂടി നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ കുറച്ച് നമുക്ക് സെർവിക്സ് നല്ലോണം കാണാൻ പറ്റും. അപ്പൊ അതിൽ നമ്മൾ ലെങ്ത് അസസ് ചെയ്യും. അതിൽ ചെറുതാണെന്ന് കണ്ടാൽ നമ്മൾ അപ്പൊ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഭൂരിഭാഗം ചില ആൾക്കാർ, ഭൂരിഭാഗം അല്ല, ഒരു 20-30% ആൾക്കാരിൽ ഇൻസ്പൈറ്റ് ഓഫ് ദ സെർവിക്സ് ബീയിങ് ഓഫ് നോർമൽ ലെങ്ത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വേദന വരിക, വെള്ളം പോക്ക് വരിക ഒക്കെ വന്ന് പ്രസവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത ചില കണ്ടീഷൻസ് ആണ്. ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് വീട്ടിലുണ്ടാവുള്ളൂ, പിന്നെ പ്രസവിച്ചില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ ഈ പ്രഗ്നൻസിയിൽ അറിഞ്ഞിട്ടില്ലെങ്കിലും, ആദ്യത്തെ പ്രഗ്നൻസിയിൽ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും, ഇങ്ങനത്തെ ആൾക്കാരെ യൂഷ്വലി നമ്മൾ സെക്കൻഡ് ഹൈ റിസ്ക് പ്രഗ്നൻസി വരുമ്പോൾ അവരെ ഹൈ റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മെഡിസിൻസ് ആയിട്ടോ സ്റ്റിച്ച് ഇടലായിട്ടോ ഒക്കെ ഉള്ള കാര്യങ്ങൾ. ഈ അബോർഷൻ, ഫസ്റ്റ് ട്രൈമസ്റ്റർ അബോർഷൻ വന്ന ആൾക്കാർ ചിലർ ചോദിക്കും കംപ്ലീറ്റ് റെസ്റ്റ് വേണോന്ന്. അതിന്റെ ആവശ്യമുണ്ടോ? വേണം. അതാണ് ഇപ്പൊ ഇതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ മോസ്റ്റ് ഓഫ് ദ കേസസ് ആദ്യത്തെ 3 മാസത്തിൽ അബോർഷൻ ആവുന്നത് ഇസ് ബിക്കോസ് ഓഫ് ജനറ്റിക് പ്രോബ്ലംസ്, എന്തെങ്കിലും വൈകല്യങ്ങളായിട്ടുള്ള ഭ്രൂണങ്ങളാണ് ഇങ്ങനെ അലസി പോണത്. അതുകൊണ്ട് തന്നെ അതിന് റെസ്റ്റിന്റെ ഒരു റീസണും ഇല്ല. റെസ്റ്റ് എടുക്കണതിൽ ഒരു റീസണും യൂഷ്വലി ഫസ്റ്റ് ട്രൈമസ്റ്റർ അബോർഷൻസിന് ഒട്ടുമില്ല. എന്നുവെച്ചാൽ ഇതൊക്കെ ചില പ്രഗ്നൻസീസ് ഒക്കെ പോണ്ടതാണ്, അത് ഓട്ടോമാറ്റിക്കലി പോയിന്നും വരാം. പക്ഷെ സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസിനാണ് ചിലപ്പോ ഈ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇതേമാതിരി ചില പ്രഗ്നൻസീസ് ചിലപ്പോൾ സ്കാനിങ്ങിലായിരിക്കില്ലേ,
ആദ്യം കാണുന്നുണ്ടാവുക. വേറെ പ്രത്യേകിച്ച് ചില ഫസ്റ്റ് ട്രൈമസ്റ്റർ അബോർഷൻസ് ബ്ലീഡിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യാറില്ല മാഡം. പക്ഷെ എല്ലാം എപ്പോഴും ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ബ്ലീഡിങ് വന്നു എന്ന് പറഞ്ഞാൽ അത് അബോർഷൻ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പം ഉള്ളിൽ കുറച്ച് ബ്ലീഡിങ് മാത്രമായിട്ട് കാണാം, ബേബി ഹെൽത്തി ആയിട്ടുണ്ടാവും. വേറെ ചിലത് ബ്ലീഡിംഗ് ആയിട്ട് ഫുൾ ആയിട്ട് പോയിട്ടുണ്ടാവാം. ചിലപ്പം ഹാർട്ട് ബീറ്റ് നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ അപൂർവം ചില ആൾക്കാരിൽ ഒരു സൈൻസും സിംറ്റംസും ഒന്നും ഉണ്ടാവില്ല. ഒരു റുട്ടീൻ ആദ്യത്തെ സ്കാനിന് വരുമ്പോൾ കുട്ടി ഗ്രോത്ത് ഇല്ലാണ്ട് ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് ഇരിക്കുന്നത് കാണാം. അതെ, അപ്പം പലപ്പോഴും അങ്ങനെ ഉള്ളപ്പോഴാണ് ആൾക്കാർക്ക് സംശയം തോന്നുന്നത്. എന്താ വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, സ്കാനിങ്ങിന് വരുമ്പോൾ സ്കാൻ ചെയ്യുമ്പോഴാണ് ഡോക്ടർ പറയുണ്ടാവുക സ്കാനിങ്ങില് ഒന്നുമില്ല, ഹാർട്ട് ബീറ്റ് കാണില്ല, അപ്പൊ അത് വലസിപ്പോയി എന്നുള്ളത്. ഇതും ഒക്കെ മോസ്റ്റ്ലി ജനറ്റിക് കോസസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കാർ ഇത് അത്രയും മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. ഒരു പ്രഗ്നൻസി ഇങ്ങനെ അബോർഷൻ ആയി അർത്ഥം അടുത്ത പ്രഗ്നൻസിയിൽ അതുമാതിരി ആവണം എന്നൊന്നുമില്ല. അപ്പൊ ഒരു പ്രഗ്നൻസി പോയതുകൊണ്ട് നമ്മൾ ആ ജനറ്റിക് മോസ്റ്റ് പ്രോബ്ലി ഇങ്ങനത്തെ റീസൺസ് ആയിരിക്കും. മാഡം, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യം ഒരു അബോർഷൻ ഉണ്ടായ ആള് നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ടോ? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതെ, ഫസ്റ്റ് ഒരു അബോർഷനെ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ ഏർലി ആയിട്ട് പ്രഗ്നൻസി ലോസ് ഉണ്ടായി, ഒന്നുമില്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് പോയി, അല്ലെങ്കിൽ സ്കാൻ ചെയ്തപ്പം ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് മരുന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ തന്നെ അബോർഷൻ ആയി പോയി, അങ്ങനെയുള്ള ആൾക്കാര് യൂഷ്വലി വറി ചെയ്യേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം പറയണത് പ്രഗ്നൻസിയിൽ ആവണതിന് മുമ്പേ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ യൂഷ്വലി പറയാറുള്ളൂ. പിന്നെ വെയിറ്റ് ഉള്ള ആൾക്കാര്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാര്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാര് ഡെഫിനറ്റ്ലി അവരുടെ ഷുഗർ ലെവൽസ് ഒക്കെ കഴിയുന്നത്ര നോർമൽ ആക്കി കൊണ്ടുവരണം. HbA1c 6 ആക്കിയിട്ട് മാത്രമേ പ്രഗ്നൻസി ആവാൻ പാടുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളെ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻ ആണ് ആദ്യം ഉണ്ടായത്. ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി അവർക്കാണ് മെയിൻലി എന്തെങ്കിലും സെക്കൻഡ് പ്രഗ്നൻസി ഡെഫിനറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ്. പക്ഷെ അതിലും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ റെസ്റ്റ് ഒന്നും വേണ്ടല്ലോ വേണ്ട. അപ്പം ഈ അബോർഷൻസ് എന്ന് പറയുന്നത് അത്ര ഭയങ്കര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു അബോർഷൻ ഒക്കെ 20% ആൾക്കാരിലും ഉണ്ടാവുന്ന സംഗതിയാണ്. പക്ഷെ 2ഓ അതിൽ കൂടുതലോ അബോർഷൻ അടുപ്പിച്ചുണ്ടായാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളെ ഡോക്ടറെ കാണാം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.